ബബ്ബബ്ബ റിവ്യൂവിന് ശേഷം കുറേ നെഗറ്റീവ് കമൻസുകൾ വന്നു. സിനിമയെ മനഃപൂർവ്വം ഡീഗ്രേഡ് ചെയ്യുന്നു എന്ന തരത്തിൽ. സോ ഈ വീഡിയോയിൽ നമ്മൾ അതിനെപ്പറ്റിയാണ് സംസാരിക്കാൻ പോകുന്നത്. സിനിമയുമായി ബന്ധപ്പെട്ട മറ്റു ചില കാര്യങ്ങളും ഇതിൽ സംസാരിക്കും. കുറച്ച് സിനിമാ വർത്തമാനങ്ങൾ അത്രയേ ഉള്ളൂ. അപ്പോൾ സിനിമാ വർത്തമാനങ്ങൾ കേൾക്കാൻ താല്പര്യമുള്ള ആളാണെങ്കിൽ ഒന്ന് ജസ്റ്റ് കേട്ട് നോക്കുക. ഒരു സിനിമയും താഴ്ത്തി കെട്ടാനോ ഒന്നും വേണ്ടിയിട്ടല്ല ഇത് ചെയ്യുന്നത്. ചുമ്മാ കുറച്ച് സിനിമാ വർത്തമാനങ്ങൾ മാത്രം. അപ്പോൾ ആദ്യം തന്നെ പറയട്ടെ, ഞാനൊരു ദിലീപ് വിരോധിയല്ല. ദിലീപ് തിരിച്ചു വരണം എന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരാളാണ്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ കമാരസംഭവം കഴിഞ്ഞിട്ട് ദിലീപിനൊരു ശക്തമായ കഥാപാത്രം കിട്ടിയിട്ടില്ല എന്ന് തന്നെ പറയാം. ഒരു ശക്തമായ കൂട്ടുകെട്ടും ഒരു ശക്തമായ ഡയറക്ടർ റൈറ്റർ കൂട്ടുകെട്ടും കിട്ടിയിട്ടില്ല. കേശു എന്ന കഥാപാത്രം വളരെ നന്നായിട്ട് ദിലീപ് ചെയ്തതുപോലെ തോന്നി. പിന്നെ പവി കെയർടേക്കുള്ള ഒരു പാട്ടുണ്ട്, വെണ്ണില കന്യക എന്ന് പറഞ്ഞ സോങ്. നമ്മുടെ ഈ രാത്രി മഴയത്തെ ഫ്ലാറ്റിൻ്റെ മുന്നിലൊക്കെ കുറച്ച് ഡാൻസ് സ്റ്റെപ്പൊക്കെ വെച്ചുള്ളൊരു പാട്ട്. കിഡിലൻ പാട്ടായിരുന്നു കേട്ടോ. കിഡിലൻ തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരുന്നു ആ പാട്ട്. അത് ഒത്തിരി എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ ആ സിനിമയിൽ ദിലീപിന് കുറേ ഇമോഷണൽ സീക്വൻസ് ഒക്കെ ഉണ്ട്. അതൊക്കെ ദിലീപ് വളരെ നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. പക്ഷേ എന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ കുറേ ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള കുറേ ഒരു പൊട്ട കോമഡികൾ കുത്തി നിറച്ചിട്ടുണ്ട് ആ സിനിമയിൽ. ഇതിൽ ധർമ്മജൻ്റെ കോമഡിയൊക്കെ കേട്ടിട്ട് സത്യം പറഞ്ഞാൽ തലയെ കൈവച്ച് പോയി. പിന്നെ പ്രിൻസ് ആൻഡ് ഫാമിലി, അതിൽ ദിലീപ് പറ്റുന്നത് പോലെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഫാമിലി ഓഡിയൻസിനൊക്കെ അത്യാവശ്യം പടം ഇഷ്ടപ്പെട്ടു എന്നാണ് എനിക്ക് തോന്നിയത്. ചെറിയ ചെറിയ ഇമ്പ്രൂവ്മെൻറ്റ് ദിലീപിൻ്റെ പടത്തിൽ അങ്ങനെ വന്നു തുടങ്ങിയിട്ടുണ്ട്. പിന്നെയാണ് ബബ്ബബ്ബ എത്തിയത്. വളരെയധികം പ്രതീക്ഷയായിരുന്നു ബബ്ബബ്ബയ്ക്ക്. ദിലീപ് പ്ലസ് മോഹൻലാൽ കോംബോ കൂടിയാകുമ്പോൾ അത് പറയുകയും വേണ്ട. കമാരസംഭവം കഴിഞ്ഞിട്ട് ദിലീപിനെ പ്രസൻറ്റ് ചെയ്ത എല്ലാ പടത്തിലും ദിലീപിൻ്റെ ലുക്സും ഒന്നും വേണ്ട വിധത്തിൽ കൈകാര്യം ചെയ്യാത്തതുപോലെ തോന്നി. എല്ലാവർക്കും വയസ്സാവും, ദിലീപിനും വയസ്സാവും, നമുക്കും വയസ്സാവും. വളരെ ഏജ്ഡായ, ഒരുപാട് നെറ്റിയുള്ള, മുഖത്തൊക്കെ നല്ലോണം ക്ഷീണമുള്ള, കോസ്റ്റ്യൂംസ് ഒന്നും അധികം ശ്രദ്ധിക്കാത്ത, നെഞ്ചത്ത് പാൻറ് എടുത്ത ഇങ്ങനത്തെയൊക്കെ ദിലീപിനെയാണ് പലരും പ്രസൻറ്റ് ചെയ്യാൻ നോക്കിയത്. എന്നാൽ ബബ്ബബ്ബ സിനിമയിൽ അതിനൊരു അന്ത്യം വന്നു. ഒരു നായക നടനെ എങ്ങനെ പ്രസൻറ്റ് ചെയ്യണം എന്നുള്ളത് ബബ്ബബ്ബ അണിയറ പ്രവർത്തകർ വളരെയധികം ശ്രദ്ധിച്ചിരുന്നു. ഇനീഷ്യൽ പോസ്റ്റർ ഇറങ്ങിയ സമയത്ത് തന്നെ ഒരു പഴയൊരു ചാംനെസ് ദിലീപിൻ്റെ മുഖത്ത് ആ ഒരു പോസ്റ്ററിൽ വന്നതുപോലെ തോന്നി. സത്യം പറഞ്ഞാൽ ഇതിൽ ലാലേട്ടനെ പ്രസൻറ്റ് ചെയ്തതിനേക്കാട്ടും നന്നായിട്ടാണ് ദിലീപിനെ പ്രസൻറ്റ് ചെയ്തത്. ഐ റിപ്പീറ്റ്, ഇതിൽ ലാലേട്ടനെ പ്രസൻറ്റ് ചെയ്തതിനേക്കാട്ടും വളരെ മനോഹരമായിട്ടാണ് ദിലീപിൻ്റെ ലുക്സും കോസ്റ്റ്യൂമും ഒക്കെ ചെയ്തത്. നമ്മുടെ അഴിഞ്ഞാട്ടം എന്ന സോങ് ഇനീഷ്യൽ ലൈൻസ് ഒക്കെ കുറച്ചൊന്ന് മാറ്റി നിർത്തിയാൽ വളരെ കിട്ടിലൻ തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരുന്നു. രണ്ടുപേരും വളരെ നന്നായിട്ട് തന്നെ പെർഫോം ചെയ്തിട്ടുണ്ട്. ലാലേട്ടനെ വളരെ നല്ല രീതിയിൽ പ്രസൻറ്റ് ചെയ്ത ഒരു അടുത്തിടെ ഇറങ്ങിയ ഒരു പടം നോക്കുകയാണെങ്കിൽ കായംകുളം കൊച്ചുണ്ണിയാണ്. വളരെ മനോഹരമായിട്ട് ലാലേട്ടനെ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. ലാലേട്ടൻ്റെ ലുക്സ്, കോസ്റ്റ്യൂംസ് ഒക്കെ വളരെ മികച്ചതായിരുന്നു. കോസ്റ്റ്യൂം നന്നായി മാത്രം പോരാ, അത് നായക നടന് ലാലേട്ടൻ അത് ചേരണം. ഇതിൽ 100-ൽ 100 മാർക്ക് കൊടുക്കാം ആ കോസ്റ്റ്യൂമിന്. അത്രയ്ക്കും കിടിലമാണ്. പിന്നെ നമുക്ക് പറയാനുള്ളത് ആറാട്ടിലും വളരെ മികച്ച രീതിയിലായിരുന്നു ലാലേട്ടനെ പ്രസൻറ്റ് ചെയ്തത്. ആ ലാലേട്ടൻ്റെ മുഖത്തുള്ള ഒരു ഗ്രേസും തിളക്കും എന്ത് രസമായിരുന്നു ലാലേട്ടൻ അതിൽ കാണാൻ. ഓക്കെ, അടുത്തിടെ കണ്ടതിൽ ഏറ്റവും മോശമായി തോന്നിയത് മരക്കാറിലെ ലാലേട്ടനായിരുന്നു. നമ്മൾ ഈ ചില പൂച്ചയൊക്കെ ഇല്ലേ, നമ്മുടെ മീൻ ചട്ടിയിൽ തലയിട്ടിട്ട് ടൈറ്റിയൊക്കെ പിടിച്ചിട്ട് വരുന്നത്, അതേപോലെ തോന്നി. ലാലേട്ടൻ ഒട്ടും ചേരാത്തൊരു കോസ്റ്റ്യൂമായിരുന്നു അതിൽ. അതായത് ഒരു സിനിമയിലെ നായക കഥാപാത്രത്തിൻ്റെ ലുക്സും കോസ്റ്റ്യൂമും ഒക്കെ വളരെയധികം പ്രാധാന്യം അർഹിക്കുന്നു സിനിമയിൽ നിന്ന് ഇവരൊക്കെ മനസ്സിലാക്കണം. ലാലേട്ടൻ ദിലീപ് കോമ്പിനേഷൻ ആയിരുന്നു ബബ്ബബ്ബയിൽ ഞാൻ ഏറ്റവും കൂടുതൽ നോക്കിയിരുന്നത്. പക്ഷേ ലോജിക് ഇല്ല എന്ന് പറയുന്ന പടമാണെങ്കിലും അത് വേണ്ട രീതിയിൽ, ആ കോംബോ വേണ്ട രീതിയിൽ ഉപയോഗിക്കാൻ എഴുത്തിനും ഡയറക്ഷനും പറ്റാത്ത വിധത്തിൽ എനിക്ക് തോന്നി കേട്ടോ. സെക്കൻഡ് ഹാഫിലെ കാട്ടിലെ വണ്ടി കത്തിക്കലും പുതിയ വണ്ടിയുടെ ഹാൻഡ് ഓവർ സെറിമണിയും കാട്ടിലെ മൽപ്പിടുത്തവും ഒന്നും എനിക്കൊരു വേണ്ട തരത്തിലൊരു ഇമ്പാക്റ്റ് തന്നില്ല. അതൊക്കെ വളരെ നല്ല രീതിയിൽ എടുക്കാമായിരുന്നു തോന്നി. നിങ്ങൾ പറയും പോലെ തലമുറയുടെ നായകനാണ് നിങ്ങൾ പ്രസൻറ്റ് ചെയ്യുന്നത്, അപ്പോൾ അത് ഓർക്കണം. ഇന്നത്തെ കാലത്തെ പടത്തിന് ടെക്നിക്കൽ ക്വാളിറ്റി വളരെയധികം ചർച്ച ചെയ്യുന്ന ഒരു ഘടകമാണ്. എഴുത്തിനേക്കാട്ടും താഴ്ന്ന നിലവാരമായിരുന്നു ഇതിലെ VFX. ഇത്ര മോശം VFX ഉള്ള ഒരു വലിയ മലയാള പടം ഞാൻ അടുത്ത് കണ്ടിട്ടില്ല. ദിലീപ് ഒരു പോലീസ് ജീപ്പിലേക്ക് ഒരു ബോംബ് എറിയുന്നുണ്ട്. അത് എറിയുന്നത് ബോംബാണെങ്കിലും അത് പൊട്ടുന്നത് അടുപ്പിൽ ചിരട്ട പൊട്ടുമ്പോഴാണ്. ഇതിൻ്റെ VFX ടീം ഈ ചെറിയ ചിത്രമായ ഈ പാൽത്തു ജാൻവറൊക്കെ അതിൻ്റെ VFX ഒക്കെ ഒന്ന് കണ്ടു പഠിക്കണം. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അത് എക്വൈറ്റ് ആണ് ചെയ്തത്. അത്രയും മികച്ച VFX ആയിരുന്നു. ഒരു വലിയ പ്രേക്ഷക സമൂഹമാണ് നമുക്കുള്ളത്. അതിലൊരു വിഭാഗം ആളുകൾക്ക് ഈ സിനിമ വളരെയധികം ഇഷ്ടമായി. വളരെ നല്ല കാര്യം തന്നെ. ഇപ്പോൾ ഒരു സിനിമയും എല്ലാ ഓഡിയൻസിനെയും തൃപ്തിപ്പെടുത്താൻ സാധിക്കില്ല, അത് ശരിയാണ്. ലാലേട്ടൻ കണ്ടിന്യൂസ് ആയി തിയേറ്റർ ഫ്ലോപ്പ് പടം ചെയ്യുമ്പോൾ ലാലേട്ടൻ്റെ കാലം കഴിഞ്ഞു എന്ന് പറയുന്ന കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. തുടരും അതിന് ശക്തമായ ഒരു തിരിച്ചടി നൽകി. തുടരും സിനിമയുടെ വിജയത്തിന് പിന്നിൽ ലാലേട്ടനും തുടരും സിനിമയുടെ അണിയറ പ്രവർത്തകർക്കും മാത്രം നന്ദി പറഞ്ഞാൽ മതിയോ? പോരാ. കാരണം ഈ നട്ടലില്ലാത്ത തിരക്കഥയിൽ ആറു ബോറൻ സംവിധാനത്തിൽ മോഹൻലാലിനെ പ്രസൻറ്റ് ചെയ്ത് 8 നിലയിൽ പൊട്ടിച്ച ഡയറക്ടർക്കും റൈറ്റർക്കും കൂടി നന്ദി പറയണം. കാരണം അവർ ഈ ദീപാവലിക്ക് പടക്കം പൊട്ടിക്കും പോലെ ലാലേട്ടൻ്റെ പടം പൊട്ടിച്ചുകൊണ്ടേയിരുന്നു. അങ്ങനെ ഒരു മലയാളം സിനിമ ഇൻഡസ്ട്രിയിൽ ഒരു നല്ല മോഹൻലാൽ ചിത്രത്തിൻ്റെ ഒരു അഭാവം ഉണ്ടായി. ഒരു നല്ല മോഹൻലാൽ ചിത്രത്തിൻ്റെ ഒരു സ്കേഴ്സിറ്റി ഉണ്ടായി. അറിയാം, അത് ഒരു ആർട്ടിഫിഷ്യൽ സ്കേഴ്സിറ്റിയാണ്. ഒരു മോഹൻലാൽ ആർട്ടിഫിഷ്യൽ സ്കേഴ്സിറ്റി. അത്ര മികച്ച സിനിമയായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. ലാലേട്ടനും അനശ്വനും വളരെ നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അതിന് വലിയൊരു കളക്ഷനാണ് കിട്ടിയത്. ഒരു 80-85 കിട്ടി. അത് തന്നെ ലാലേട്ടൻ്റെ ഒരു കംബാക്ക് സൂചന നൽകിയിരുന്നു ആ സമയത്ത്. പിന്നെ തുടരും വന്നു, ഗംഭീര ഒരു സിനിമ അനുഭവം തന്നു.
ആർട്ടിഫിഷ്യൽ ലാലേട്ടൻ സ്കേഴ്സിറ്റി ഒക്കെ തച്ചുടച്ചു അല്ലേ. മോഹൻലാലിൻ്റെ സ്ലീപ്പർ സെൽസ് തിയേറ്ററിലേക്ക് ഒഴുകിയെത്തുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ദാഹിക്കുന്നവന് ജലം എന്നതുപോലെ ലാലേട്ടനെ കാണാൻ കൊതിച്ച വറ്റി വരേണ്ട കണ്ണുകൾക്ക് ഒരു മികച്ച ദൃശ്യാവിഷ്കാരം തന്നെയായിരുന്നു അത്. മാറിയ ബോക്സ് ഓഫീസ് സാഹചര്യവും കോടിക്കിലുക്കത്തിന് കാരണമാണ്, അത് നമുക്കറിയുന്ന കാര്യമാണ്. ഇത് തന്നെയാണ് ദിലീപിൻ്റെ കാര്യവും. കണ്ടിന്യൂസ് ആയിട്ട് 6 ബോറൻ ചിത്രങ്ങൾ, ഒരു നല്ലൊരു ദിലീപ് ചിത്രത്തിൻ്റെ കാത്തിരിപ്പ് ഇങ്ങനെ നീട്ടിക്കൊണ്ടേ ഇരിക്കുകയാണ് അല്ലേ. അങ്ങനെ നല്ല ഒരു ദിലീപ് ചിത്രത്തിൻ്റെ സ്കേഴ്സിറ്റി ഉണ്ടാവുന്നു. അപ്പോഴാണ് ബബ്ബ വന്നത്. കുറച്ച് നല്ല മുഹൂർത്തങ്ങൾ പ്രേക്ഷകർക്ക് കിട്ടി. ഞാൻ വീണ്ടും പറയുന്നു, കുറച്ച്. കാരണം ദിലീപിൻ്റെ റേഞ്ച് അറിയുന്നവർക്കറിയാം അദ്ദേഹം ഏത് കിടിലൻ അഭിനേതാവാണെന്ന്. അതുകൊണ്ട് ഒരു കൂട്ടം പ്രേക്ഷകർ അത് ആഘോഷിക്കുന്നു, നല്ല കളക്ഷൻ വരുന്നു, വളരെ നല്ല കാര്യം. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് കുമാരസംഭവം കണ്ട് അതിലെ ദിലീപിൻ്റെ പെർഫോമൻസും അതിൻ്റെ ഡയറക്ഷനും സ്ക്രീൻ പ്ലേ ഒക്കെ കണ്ട് ഞെട്ടിയിരിക്കുകയായിരുന്നു ഞാൻ. അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ ഓഫീസിൽ പോയിട്ട് ഫ്രണ്ട്സിനോട് ഈ സിനിമ റെക്കമെൻഡ് ചെയ്തു. അവർ ഈ സിനിമ കണ്ടിട്ട് എന്നെ വിളിക്കാത്ത ചീത്തയില്ല. എടാ എന്ത് പൊട്ട പാടാണോ, നീ എങ്ങനെ ഇത് കണ്ടു തീർത്തു എന്നൊക്കെയാണ് എന്നോട് ചോദിച്ചത്. പിന്നീട് ഈ സിനിമയ്ക്ക് കൾട്ട് സ്റ്റാറ്റസ് കിട്ടിയപ്പോൾ അവർ തന്നെ പറയുന്നത് കേട്ടു, കുമാരസംഭവം ഓഫ് എന്ത് സിനിമയാണ്, അന്യായ പടം, ഒരു രക്ഷയില്ല, ദിലീപൊക്കെ എന്ത് ആക്ടിങ് ആയിരുന്നു ഇതിൽ, ഓഫ്. ഇതാണ് പ്രേക്ഷകർ എന്ത് ഡിഫറൻ്റ് ആണല്ലേ. പക്ഷേ കാലം എല്ലാത്തിനും ഒരു ഉത്തരം നൽകും. ഒരുപക്ഷെ ലാലേട്ടന് ശേഷം അല്ലെങ്കിൽ ലാലേട്ടനൊപ്പം അത്രയ്ക്കും റിപ്പീറ്റ് വാല്യൂ ഉള്ള ചിത്രങ്ങൾ ചെയ്തു വെച്ച ഒരാളാണ് ദിലീപ്. ഒരു രക്ഷയില്ലാത്തൊരു പെർഫോമറാണ് ദിലീപ്. ദിലീപിൻ്റെ പല സിനിമാ സംഭാഷണങ്ങളൊക്കെ നമുക്ക് കാണാപ്പാടാണ്. അതുകൊണ്ട് യാതൊരു തര ഡീഗ്രേഡിങ്ങും ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. ഞാൻ എൻ്റെ വ്യക്തിപരമായ അഭിപ്രായമാണ് പറഞ്ഞത്. പിന്നെ ശക്തമായ ഒരു ഡയറക്ടർ റൈറ്റർ കോമ്പിനേഷനിൽ ദിലീപിൻ്റെ അന്യായ പെർഫോമൻസിനായി ഞാൻ കാത്തിരിക്കുന്നു, ഒരു സാധാരണ സിനിമാ പ്രേക്ഷകൻ. നന്ദി. അപ്പോൾ ശരി.